ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് അടുക്കള വിശേഷങ്ങളിൽ നിന്നൊന്നല്ലാതെ നമ്മൾ തുടങ്ങുന്നത്. ഞാനിങ്ങനെ മുള്ളുമ്പോൾ നിന്നിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഇൻട്രോ പറയുന്നത്. ഇന്നിപ്പോൾ ഞാൻ കണ്ണന് ആവി പിടിക്കാനായിട്ട് കുറച്ച് വെള്ളം വാങ്ങിച്ചേക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവൻ ആവി പിടിപ്പിക്കണം. അവന് മൂക്ക് ഭയങ്കര അടപ്പുണ്ട്, ചെറിയ ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ സ്കൂള് തുറന്നുല്ലോ, ഇനിയിപ്പോൾ വയ്യായികളുടെ അഭിഷേകം ആയിരിക്കും രണ്ടുപേർക്കും. അപ്പോൾ ആൾക്ക് ഇങ്ങനെ ആവി പിടിപ്പിക്കുമ്പോഴേ ഞാൻ നെബുലൈസർ വെച്ചിട്ട് ചെയ്യാറുണ്ട്. വണ്ടി വന്നോ? കല്ലു, വണ്ടി വന്നോന്നേക്ക് പോയി ചെരിപ്പട്ടെ. അപ്പോഴേ ഇൻട്രോ പറയാൻ നിൽക്കുന്നതിന്റെ ഇടയിലാണ് കല്യാണിയുടെ വണ്ടിയുടെ ആണെന്ന് തോന്നുന്നു. എനിക്കൊരു ഹോണടി പോലെ തോന്നി. ലച്ചുൻ്റെ അച്ഛൻ്റെ വണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ID കാർഡും ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ലല്ലോ. അപ്പം നമ്മുടെ വെള്ളം അവിടെ ഇരുന്നു. ഇതിപ്പോൾ ചിലപ്പോൾ വണ്ടി വരും. അതിലും വേഗം വേണമെങ്കിൽ കണ്ണനൊന്ന് ആവി പിടിപ്പിക്കാം. അല്ലെ കണ്ണ പല്ലൊക്കെ തേച്ചിട്ട് മിടുക്കനായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. സുന്ദരനായി, സുന്ദരൻ കണ്ട കിടക്കുന്നേ. ഇനി എന്നിട്ടാ വണ്ടി വരുമ്പോഴേക്കും അമ്മ വിളിക്കോ? ചെരുപ്പിട്ടില്ലേ? ഒക്കെ റെഡി അല്ലേ? ബാഗ് ഇവിടെ. ഒരു 5 മിനിറ്റ് നമുക്ക് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്യാപ്പിൽ വേഗം ഞാൻ കണ്ണനൊന്ന് ആവി പിടിപ്പിക്കട്ടെ. ഈ വീഡിയോ ചിലപ്പോ ഭയങ്കര ഓട്ടപ്പാച്ചിലാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാനപ്പോൾ ഓൺ വോയിസ് ആകുമ്പോൾ ആളുകൾക്ക് ഇഷ്ടമുള്ളതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനിരുന്ന് ഈ പറഞ്ഞതും തന്നെ ഇങ്ങനെ പറയല്ലേ. ചിലർക്കൊക്കെ ഒരു അഭിപ്രായം ഉണ്ട് കേട്ടോ, എനിക്ക് നാക്ക് കുറച്ച് കൂടുതലാണെന്നൊക്കെ. കുറച്ച് നാക്ക് കൂടുതലല്ലാണ്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ലേ? നമ്മൾക്ക് വർത്താനം പറയാൻ അറിഞ്ഞാലല്ലേ. ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ വെറുതെ നാണം കുണിക്ക് ഇങ്ങനെ നിൽക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നിട്ട് വിചാരിക്കുക ഈ പെണ്ണിന് എന്തോ ഒരു അസുഖം ഉണ്ടെന്നല്ലേ വിചാരിക്കുള്ളൂ. ഞാൻ കണഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, അമ്മയ്ക്ക് ആവി പിടിപ്പിച്ചോ സൂക്ഷിച്ച് പിടിച്ചോളോ, നമ്മ ഇങ്ങനെ ഇരുത്തുമ്പോഴേ ഡേഞ്ചറാണ്, എവിടെയും കൈയും കാലും ഒന്നും തൊടാതെ ഇങ്ങനെ പിടിക്കണം. ഞാനപ്പോൾ സൂക്ഷിച്ച് തന്നെയാണ് ഒക്കെ ചെയ്യാറ്. ഇത് വീഡിയോ ഓണാണ്. അമ്മയുണ്ട് അമ്മ ഞങ്ങൾ ആവി പിടിക്കാട്ടാ. ഇത്തിരി കൂടെ സ്ട്രൈറ്റ് ആണെങ്കിൽ നല്ലതാണ് അവൻ്റെ മുഖേ. പക്ഷെ നമുക്ക് ഇങ്ങനെ പറ്റൂ. കണ്ണൻ്റെ കാര്യത്തിൽ എല്ലാവരും അവനെ പിടിക്കണം. ആ ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് പാത്രത്തുമ്പോൾ തട്ടാതെ നോക്കണം. കൈയും കാലും ഒന്നും തൊടാതെ നോക്കണം. ആവിയാണെങ്കിൽ മൂക്കിലേക്ക് കിട്ടണം. ഇത്തിരി ആവി അങ്ങോട്ട് കിട്ടട്ടെ, മൂക്കൊക്കെ അങ്ങോട്ട് തുറക്കട്ടെ. സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണന്. അപ്പോൾ ചിലവരൊക്കെ ചോദിക്കും വന്ന് ഡ്രോപ്സ് ഒഴിക്കുന്നില്ലേന്ന്. ഡ്രോപ്സിനേക്കാളും സേഫ് എപ്പോഴും മൂക്കിലെ നൈസൽ സ്പ്രേ ആണ് കേട്ടോ. ഡ്രോപ്സിന് നമുക്ക് ഒരു ഇതുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുന്നതിന്. സ്പ്രേ ആകുമ്പോൾ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കണ്ടിന്യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറയാൻ കാരണം നമ്മ ആസ്റ്ററിൽ ENT ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് കേട്ടോ, സ്പ്രേ നമുക്ക് കാലാകാലം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ദശയും കാര്യങ്ങളൊക്കെ മൂക്കിലുള്ള കുട്ടികൾക്ക് സ്പ്രേ എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഡ്രോപ്സിന് ലിമിറ്റേഷൻ ഉണ്ട്. ഡ്രോപ്സ് ഡേഞ്ചറാണ്. ഒരുപാട് യൂസ് ചെയ്യുന്നത് ഡ്രോപ്സ് നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ചുമയുണ്ട്, ഇത്തിരി മൂക്കടപ്പൊക്കെ ഉണ്ട്, കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇന്നിപ്പോൾ കണ്ണൻ്റെ ഡോക്ടർക്ക് OP ഇല്ലാത്ത ദിവസം, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ കൊണ്ടുപോയാനായിരുന്നു. പിന്നെ OP ഇല്ല. പിന്നെ നമ്മ കാഷ്വാലിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചുറ്റിക്കേട്ടാ നമ്മുടെ ഡോക്ടറെ കാണാനും പറ്റില്ല. പിന്നെ കാഷ്വാലിറ്റിയിൽ പോയി ജൂനിയേഴ്സിനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അത് പിന്നെ നമ്മൾ രാവിലെ പോയി ചിലപ്പോൾ വൈകുന്നേരത്തേക്ക് നോക്കിയാൽ മതി. അവരിങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചും അറിഞ്ഞും ഒക്കെ വെറുതെ സമയം പോവും കാഷ്വാലിറ്റിയിൽ പോയാൽ. ഓക്കെയാ? ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ പിടിപ്പിച്ച് നോക്കാം. കണ്ണന് ഇഷ്ടാട്ടെ ഇങ്ങനെ ആവി പിടിക്കാൻ ഇഷ്ടമാണ്. കല്ലിന് ഭയങ്കര പേടിയാ. മുഖം പൊള്ളേ എന്നൊക്കെ പറയും. അവർക്ക് കാണുന്നുണ്ട് കണ്ണ ആവി പിടിക്കുന്നത്. കണ്ണൻ്റെ ആ വലിവ് കേൾക്കുന്നില്ലേ? അത് മൂക്കടഞ്ഞിട്ടേ രാത്രി ഉറങ്ങുമ്പോൾ കുഴപ്പമില്ല. ഞാൻ കൈ അവിടെ പോയാ അത് കൈ ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ കണ്ണനെ മോടൊക്കെ തൊട്ടാലോ. നമ്മുടെ കൈ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിൻ്റെ കൈയൊന്നും തൊടാൻ പാടില്ല. അമ്മയുടെ കൈ കൊണ്ട് അമ്മ അയ്യോ പൊള്ളിയെന്നും പറഞ്ഞു ഓടും. കുഞ്ഞിയുടെ കൈ കൊണ്ടാലോ കുഞ്ഞ് അതുപോലും പറയാറില്ലല്ലോ. അതൊക്കെ പറയാൻ പഠിച്ചടാ, അതൊക്കെ പറയാൻ പഠിച്ചടാ. കൈയൊക്കെ അമ്മ പൊള്ളിച്ചു കഴിഞ്ഞ് പറയാ ഡി അമ്മേ മുണ്ടാടി നിൽക്കടി അവിടെ എന്ന് പറയാം അമ്മേൻ്റെ അടുത്ത്. കണ്ണു ഇങ്ങോട്ട് വാ. ആവി ആൾക്ക് പുകയൊക്കെ ഭയങ്കര ഇഷ്ടമാണേ. നമ്മുടെ ചന്ദനത്തിരിയൊക്കെ കത്തിക്കുമ്പോഴുള്ള പുകയൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ നോക്കിയിരിക്കുക. ഇങ്ങനെ പോണേ പുക അങ്ങനെയൊക്കെ നോക്കിയിരിക്കുക. ഇപ്പോൾ ഇതിന്നിങ്ങനെ ആവി വരുമ്പോഴേ ഒന്ന് കാണിച്ചിട്ട് പുക തിന്നെ
ഇത് ഇച്ചും കുറച്ച് ആവിപ്പിച്ചിട്ട് നാളെ ഇവിടെ മൂന്നും കൂടെ ആവിപ്പിച്ച് നല്ല സുഖം. കല്ല് വണ്ടി വരാറായാ? ആ ഏകദേശം ആയി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ ആദ്യം പിടിക്കാം കേട്ടാ. ആദ്യം പിടിക്കാം, കുറച്ചും കൂടെ നമുക്ക് തുളസിയൊക്കെ ഇടാം. ഓക്കെ. കല്യാണിക്കുട്ടി ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് പോവാനായിട്ട്. അപ്പൊ കല്യാണിയുടെ വണ്ടി വരുന്ന സമയത്ത് മിക്കപ്പോഴും റൂമിലൊക്കെ കണ്ണനൊക്കെ എടുത്താറ്. കണ്ണനെ നമ്മള് എപ്പോഴും തല പൊക്കി വെച്ചിട്ടൊക്കെ എടുത്ത, 2 തലണ വെച്ചിട്ടൊക്കെ എടുത്താട്ടോ. അപ്പൊ ഇതുമ്മയൊക്കെ കണ്ണൻ സേഫാണ്, വീഴൊന്നും ഇല്ലല്ലോ, ബെഡിലും സേഫാണ്. പിന്നെ എനിക്ക് സെറ്റിമൊക്കെ കിടത്തുമ്പോഴേ ഒരു പേടി. ഇവിടെ കിടത്തുമ്പോൾ ചിലപ്പോൾ ആളിങ്ങനെ ഒരു എന്താ പറയാ, ഇതിൻ്റെ ഉള്ളിൽ പെട്ട് കിടക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ആകെ മൂടിക്കെട്ടിയൊക്കെ വെച്ചേക്കുന്ന പോലെ. അപ്പൊ അതിലാകുമ്പോൾ കുറച്ചും കൂടെ ആൾ ഓപ്പൺ ആണല്ലോ. ചില സമയത്ത് നമ്മൾ അതിൽ കിടത്താറുണ്ട്. അതിൽ കിടത്തുമ്പോ അല്ലല്ലോ അല്ല അതിൽ കിടത്തുമ്പോ ചേട്ടൻ ചിലപ്പോ ഇടയ്ക്ക് വീഴാൻ പോണ പോലെയൊക്കെ കാണിക്കില്ലേ. മോനുള്ള കാരണം അമ്മയ്ക്ക് ധൈര്യം, മോനില്ലാത്തപ്പോ പേടിയല്ലേ. അത് പൂട്ടണ്ടേ, ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോ കുളിപ്പിക്കണ്ടേ. അപ്പൊ അമ്മ അതൊക്കെ തുറക്കാൻ നിക്കണ്ടേ. കണ്ണന്റെ ബട്ടൺസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഊരില്ലെങ്കിൽ അമ്മയ്ക്ക് കഴുത്തിക്കൂടെ ഊരാൻ പറ്റും. പിന്നലെ വീട്ടിൽ പോയപ്പോ ചെല്ലൂർ പോയപ്പെട്ട ഡ്രസ്സൊക്കെ ആണ് ചേട്ടാ മാറിയില്ല. പിന്നെ അപ്പൊ കല്യാണിയുടെ വണ്ടി 25 8:25 8:30 ആവണ കണ്ട് പോയാൽ മതി, അപ്പോഴേക്കും വണ്ടി വരുള്ളൂ. നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിന്റെ അടുക്കളയിൽ വേഗം അങ്ങോട്ട് പോകട്ടെ. കല്യാണി ട്രൈപ്പോഡ് ഇവിടെ കൊടുന്ന് വെച്ചാ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ കുടിക്കാനായിട്ട്. അപ്പോഴേക്കും കല്യാണി, ഞാനല്ലെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് നടക്കുമ്പോഴും ട്രൈപ്പോഡൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊക്കെയാണ് നടക്കുക. അപ്പൊ കല്യാണി എൻ്റെ പിന്നിൽ വന്നിട്ട് ട്രൈപ്പോഡ് എടുത്ത് കൊണ്ടുവന്ന് വെച്ച് തന്നു. താങ്ക് യു കല്ല്, താങ്ക് യു. നാണായാ നോക്കി ഇങ്ങോട്ട് വയ്ക്കാം. ഇവിടെ വന്ന് ഇന്ന് എന്തിട്ട് എക്സാം? മലയാളോ? മലയാളം കഴിഞ്ഞതല്ലേ. ഇന്ന് മലയാളം എഴുതി വെക്കോ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക്? ആൾക്ക് ഇംഗ്ലീഷും മലയാളം ഏതാന്ന് അറിയില്ല കേട്ടോ. ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടേ ആൾക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത് എന്ത് ലെറ്റേഴ്സ് ആണ്, മലയാളം എന്ന് പറഞ്ഞാൽ അത് എങ്ങനത്തെ ലെറ്റേഴ്സ് ആണെന്നൊന്നും അറിയില്ല അല്ലേ. എന്നിട്ടാ മലയാളം എന്ന് പറഞ്ഞ ഏത് ലെറ്റേഴ്സാ? അങ്ങനെയല്ല, സിജി ടീച്ചർ പഠിപ്പിക്കുന്നത് മീന ടീച്ചർ പഠിപ്പിക്കുന്നല്ല പറയാ. അത് മലയാളം ഏതൊക്കെയാ നമ്മ എഴുതാതില്? ഗുഡ് ഗേൾ. ഇംഗ്ലീഷിലോ? മാത്സിലോ? മാത്സിൽ എന്താ എഴുതാ നമ്മള്? ഉമ്മ ടീച്ചറുടെ ആയിക്കോട്ടെ. എന്താ എഴുതാ നമ്മളതില്? വരുന്നുണ്ട്. ഓടിക്കോ കല്ലു. ചേട്ടാ കല്യാണി പോയി. പാപ്പ കഴിക്കാം. നീ കണ്ണന്റെ വണ്ടി വരുമ്പോഴേക്കേ, കണ്ണന്റെ വണ്ടി ഇപ്പൊ വരുവേ, അപ്പോഴേക്കും കണ്ണനെ റെഡി ആക്കട്ടെ. അവിടെ ഉണ്ടെന്ന് പാപ്പ. ആവി പിടിക്കണോ? ഒന്നും കൂടെ ആവി പിടിക്കണം എന്നാണല്ലോ പറയുന്നേ. അവിടേക്കാണല്ലോ നോക്കുന്നേ. ഒന്നും കൂടെ ആവി പിടിക്കണോ? ആവി പിടിക്കാം. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് സുഖം ഉണ്ടാവേ. മൂക്ക് അടപ്പൊക്കെ മാറുമ്പോഴേ ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് സുഖം ഉണ്ടാവും. ഓക്കെ. ആവി പിടിക്കാം. ഒന്നും കൂടെ ആവി പിടിക്കാം. വേണ്ടാന്നാ ചെറുക്കനെ എന്തത് അവസരത്തിന് ഒത്തിട്ട് വാക്ക് മാറുന്നേ. ഞാനപ്പോൾ അവനെ ഒന്നും കൂടെ ആവി പിടിപ്പിക്കട്ടെ. ഇതിലെ വെള്ളവും മാറ്റണം, ഒന്നും കൂടെ ചൂടാക്കണം. പിന്നെ ഒന്നും കൂടെ വെള്ളമൊക്കെ മാറ്റി ചൂടാക്കിയിട്ട് വരട്ടെ. അപ്പോൾ ഒന്നും കൂടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിനിയിപ്പേ കടന്നുള്ള ഭക്ഷണം എടുക്കാൻ നോക്കട്ടെ കേട്ടോ. നമ്മുടെ അപ്പോൾ വിശേഷങ്ങളെന്നും പറഞ്ഞാൽ, അല്ലെങ്കിൽ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ചില വല്ല കാലത്തൊക്കെയാണ് നമ്മുടെ വീഡിയോസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് വരാം. നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര പോകുന്നതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരാം. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് വേറെ ഒന്നുമില്ല വീഡിയോസായിട്ട് ഇടാനായിട്ട്. നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കണ്ണൻ്റെ വിശേഷങ്ങളും കല്യാണിയുടെ വിശേഷങ്ങളും ഒക്കെ തന്നെ നമുക്ക് നമ്മളുടെ വിശേഷങ്ങളായിട്ട് പറയാനുള്ളൂ.
അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഓൺ വോയിസ് ആയിട്ട് കൊടുക്കാന്ന് പറയുന്നത് നമ്മുടെ ജോലികൾക്കിടയിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ മറ്റേ വോയിസ് വേറെ കൊടുക്കാറുള്ളത്. പക്ഷെ കുറച്ചും കൂടെ എന്താ പറയുക, നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും ഓൺ വോയിസ് കൊടുക്കുന്നത് തന്നെ ആയിരിക്കും. കാരണം കുറച്ചും കൂടെ ലൈവായിട്ട് നിങ്ങൾ കാര്യങ്ങൾ അറിയല്ലേ. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കതിൽ എന്ത് വോയിസ് കൊടുത്തു വേണമെങ്കിലും നമുക്ക് അതിനെ മാറ്റി മറിച്ചൊക്കെ എടുക്കാം. ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ ലൈവായിട്ട് കാര്യങ്ങൾ കാണാണ്, ലൈവായിട്ട് കാര്യങ്ങൾ അറിയാണ്. അപ്പം അതിൻ്റെ ഒരു ഇഷ്ടം ചിലപ്പോൾ ഓൺ വോയിസ് കൊടുക്കുമ്പോൾ ഉണ്ടായിരിക്കാം. അതിൽ ഞാൻ മിക്സി ഒന്ന് അടിക്കട്ടെ. അധികം ആരും മെനക്കെടാത്ത പരിപാടിയായി ഡയറി മൈ ലൈഫ് എടുക്കാന്നുള്ളത്. ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. കാരണം നമ്മളിത് നടക്കുന്നിടത്ത് മുഴുവൻ ക്യാമറ കൊണ്ട് നടന്ന് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കൊന്നും ഒട്ടും നടക്കാത്തൊരു പരിപാടി. അപ്പം ഞാൻ പറയാറുണ്ടല്ലോ, ചേലൂരൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ഒട്ടും നടക്കില്ല. കാരണം വീട്ടിലെ ആളുകൾ കൂടുമ്പോഴേ നമുക്ക് എടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഓൺ വോയിസ് കൊടുക്കലൊന്നും ഒരു നിലയ്ക്ക് നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ വീട് സംബന്ധമായുള്ള സംസാരങ്ങളൊക്കെ വരില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ വരില്ല. അപ്പം അതൊക്കെ നമുക്ക് അങ്ങനെ പബ്ലിക്കിനെ അറിയിക്കാൻ പറ്റുന്ന ചിലപ്പോൾ കാര്യങ്ങളായിരിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്കതൊന്നും നടക്കാറേ ഇല്ല. പിന്നെ നമ്മൾ തന്നെയാകുമ്പോൾ പിന്നെ നമുക്ക് ഇതൊക്കെ നടന്നു വന്ന് വരും. അപ്പോൾ കണ്ണൻ്റെ ഫുഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടെ ആവി പിടിപ്പിക്കട്ടെ. ഞാൻ വെള്ളം എടുത്തിട്ട് വരട്ടെ. വിക്സിൻ്റെ കൂടെ ഞാൻ 2 തുളസിയുടെ ഇലയും കൂടി ഇട്ടാലോ എന്ന് വിചാരിക്കാം. നേരത്തെ വിക്സ് മാത്രം ഇട്ടത്. അപ്പം ഞാൻ 2 തുളസിയുടെ ഇലയും കൂടെ പൊട്ടിക്കട്ടെ. ഇവിടെ മുറ്റത്തിൻ്റെ കോലം കണ്ടിട്ട് ആരും പേടിക്കേണ്ട. നിറയെ കാട് പിടിച്ച് നിൽക്കുക. ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ വെട്ടി വെളുപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് മഴയൊക്കെ ഒന്ന് തോരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കാം. തുളസിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഞാൻ ഞാനേ കുറച്ചധികം തുളസി പൊട്ടിക്കുന്നുണ്ട്. എൻ്റെ മുഖത്ത് ഭയങ്കര മുഖക്കുരുവിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ കുറച്ച് തുളസി പിഴിഞ്ഞൊക്കെ ഞാനിങ്ങനെ തേക്കാറൊക്കെ ഉണ്ട്. അപ്പം അതിനും കൂടെ ഉള്ളത് പൊട്ടിച്ചിട്ടുണ്ട്. എണീക്കിടോ ചെക്ക, ആവി പിടിക്കാൻ എണീക്കിടോ ചെക്ക, കണ്ണൻ ചെക്ക. അമ്മ തുളസി പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട്. വാ കമോൺ മകന. കണ്ണങ്ങനെ നോക്കി കിടക്കാട്ടെ. അമ്മ എങ്ങടൊക്കെയാ പോണേ, അമ്മ എന്തൊക്കെയാ ചെയ്യുന്നേ, എല്ലാ കാര്യങ്ങളും കണ്ണൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. കണ്ണൻ പറഞ്ഞു തരും അമ്മ ഇന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അല്ലേ. ഡയറി മൈ ലൈഫ് ഇനി ഞങ്ങൾ കണ്ണനെ കൊണ്ട് പറയിപ്പിക്കും. അമ്മ രാവിലെ എണീറ്റ് അത് ചെയ്തു, അത് കഴിഞ്ഞ് കണ്ണൻ ഇത് ചെയ്തു, കല്ല് ഇത് ചെയ്തു എന്നല്ലേ കണ്ണ. അങ്ങനെ കണ്ണൻകുട്ടി ആദ്യം വന്നു. ഈ വാലുണ്ടല്ലോ, നമ്മൾ ഈ വാലുള്ള പാത്രം ആകുമ്പോഴേ ഈ വാലുള്ള പാത്രം സൂക്ഷിക്കണം. ഇപ്പൊ കാണാൻ ഒതുങ്ങിയിരുന്നോളും, അടങ്ങിക്കിരുന്നോളും. പണ്ടൊക്കെ ഞാൻ പാൽ പടയുമ്പോഴേ ഈ വാലുമ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി, ഈ സാധനം മറിഞ്ഞ് മെത്തിക്കൊക്കെ വീഴും. അപ്പോൾ എനിക്ക് തുളസി ഇടുന്നതിലും ഇഷ്ടം വിക്സ് ഇടുന്നതാണ് കേട്ടോ. കാരണേ തുളസി ഇടുമ്പോൾ നമുക്ക് മൂക്കിലേക്ക് അങ്ങോട്ട് ഒന്നും കിട്ടില്ല, ഒരു സുഖമൊന്നും ഉണ്ടാവില്ല. പക്ഷെ വിക്സ് ആകുമ്പോഴുണ്ടല്ലോ ആ വിക്സിൻ്റെ ആ ഒരു ഇത് നല്ല സുഖമാണ്. രണ്ടും കൊടുക്കട്ടെ. അമ്മയ്ക്കും കിട്ടുന്നുണ്ട്. ശരിയല്ലേടാ, ആൾക്ക് ആവി പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. 2 പ്രാവശ്യമായിട്ടപ്പോൾ പിടിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ. ഇനിയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. അപ്പം ഞങ്ങളുടെ മൂക്കൊക്കെ അങ്ങോട്ട് തുറന്ന് ഞങ്ങൾക്ക് നല്ല സുഖമായിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. കുറച്ചും കൂടെ നേരെ പിടിക്കും. ആവി വന്നിട്ട് പൊള്ളുന്നുണ്ടെങ്കിൽ ഒരൊറ്റ പൊക്കൽ വെക്കണം കേട്ടാ. മുഖം പൊള്ളുന്നുണ്ടെങ്കിൽ എങ്ങനെ പൊക്ക, തല എങ്ങനെ പൊക്ക, പൊക്കിയ തല പൊക്കിയ, തല പൊക്കിയ, അവിടെ നീക്കിയ തല ഇങ്ങനെ, തല നീക്കുക. പൊള്ളുമ്പോൾ തല എങ്ങനെ നീക്കുക, എങ്ങനെ നീക്കുക, അമ്മയുടെ അടുത്തേക്ക് വെക്കുക. അതന്നെ ഇങ്ങനെ തല നീക്കുക, തല എങ്ങനെ നീക്കുക, തല എങ്ങനെ നീക്കുക. മുഖത്തേക്ക് പൊള്ളൽ വരുന്നുണ്ടെങ്കിൽ തല എങ്ങനെ നീക്കുക, എങ്ങനെ നീക്കുക, തല എങ്ങനെ നീക്കുക. പൊള്ളൽ വരുന്നുണ്ടെങ്കിലും പൊള്ളൽ കൊണ്ട് അവിടെ ഇരിക്കുമോ? ചുറ്റയ്ക്ക് ചെറുക്കം പറയണേ. ആ തുളസിയുടെ ഇല ഇതാകുമ്പോൾ അവിടെ വെള്ളം കണ്ടട പച്ച കളറായിട്ട് വരുന്നത് കണ്ട. അതൊക്കെ ശ്രദ്ധിക്ക്, അതൊക്കെ വീക്ഷിക്ക്. കണ്ട ആ ഇല അവിടെ കിടക്കുന്നത് കാണുമ്പോൾ കണ്ട അവിടെ പച്ച കളർ വരുന്നുണ്ട. കണ്ട ഒരു ഗ്രീൻ കളറ്. അമ്മ ഗ്രീനും റെഡൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാ. ഇതാണ് ഗ്രീൻ കളർ. കണ്ട ഇലയുടെ കളർ എന്താ കല്ല് പറയുന്ന പോലെ ഗ്രീൻ പച്ച കളറ് മതിയാ. യോ അത് തട്ടിയിട ചേർക്കാൻ. ആവി പിടിക്കാൻ കൈ പൊക്കും കേട്ടോ. ഇവിടെ
അവനെ പിടിക്കാൻ കിട്ടില്ല, പറന്നു പോയില്ലേ. പുക ഭയങ്കര ഇഷ്ട. പുക ചന്ദനത്തിരി കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഒന്നും വേണ്ട. ചന്ദനത്തിരിയുടെ പുക പോകുന്നത് നോക്കി ഇങ്ങനെ കിടന്നോളൂ. ദേ പുക പോടും. പുകനെ പിടിച്ച് നിൽക്കവിടെ, നിക്കവിടെ. കണ്ണനെയാണ് കോട മഞ്ഞും ഇതൊക്കെ ഉള്ളടത്തേക്ക് കൊണ്ടോണ്ടേ. കണ്ണൻ പുകയെ പിടിച്ച് തൂക്കുമല്ലായിരുന്നു. അപ്പൊ ഈ കണ്ണൻകുട്ടി രാവിലെ അപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പൊ അപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പാമ്പർ ഒന്ന് മാറ്റട്ടെ. ഒയ്യോ, ഇതേ പാമ്പർ മാറ്റിയിട്ട് അമ്മ വീഡിയോയില് കാണിക്കുന്നു. ക്യാമറ ഓഫ് ആക്കട്ടെ കേട്ടാ. അപ്പൊ കണ്ണൻകുട്ടിയുടെ പാമ്പറൊക്കെ മാറ്റി ഞങ്ങൾ ചുന്ദരനായി. ഇനി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. ഇനി കുറച്ചു നേരത്തേക്ക് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ സ്വകാര്യമായിരിക്കും. ഞങ്ങളാരും പരസ്യത്തില്ല അല്ല വേണ. ഞങ്ങളിപ്പോൾ പാപ്പൊക്കെ കഴിച്ച് അമ്മയുടെ കുറേ പണിയൊക്കെ ഉണ്ട്. എനിക്ക് കുറേ എക്സ്ട്രാ പണികളൊക്കെ ഉണ്ടെന്ന്. അപ്പം അതൊക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചുന്ദരനായിട്ട് കാണാം അല്ലേ. എന്നിട്ട് പോരെ എനിക്കും വിശന്ന് തുടങ്ങിയിട്ടോ. കണ്ണന് കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാനായിട്ട്. അപ്പം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. കണ്ണൻകുട്ടിയുടെ മുടി വെട്ടി. അപ്പം ഞാൻ അവിടെ വെയിലായത് കാരണേ, അവിടെ ഭയങ്കര വെയിലാണ്. അപ്പം അത് കാരണം ഇവിടെ ഇരുന്നിട്ടാണ് വെട്ടിയത്. അപ്പം നിറച്ച് മുടി ഇവിടെ വീണിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചു കളയട്ടെ. കുറേ മുടി ഉണ്ടായിരുന്നു കേട്ടോ കണ്ണൻ്റെ തലയിൽ. ഇതൊക്കെ ഒന്ന് അടിച്ച് വാരിയതിന് ശേഷം വേണം എനിക്ക് അകമൊക്കെ അടിക്കാനായിട്ട്. നോക്കിയാൽ എന്തുമാത്രം മുടിയായിരുന്നു കണ്ണൻ്റെ തലയിൽ. പക്ഷെ കണ്ണൻ്റെ തലമുടിയേ ഭയങ്കര പറ്റ വെട്ടുമ്പോൾ അതിന് ഭംഗിയില്ലാത്തതുപോലെ. ഓഹോ, എന്തോരം മുടിയാ. അതുകൊണ്ട് ഞാൻ വെട്ടാറില്ല അങ്ങനെ. പക്ഷെ പിന്നെ വല്ല വയ്യായകൾ ചുമയൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, കഫക്കെട്ടും കാര്യങ്ങളൊക്കെ വന്ന് തലയിലൊക്കെ വയറപ്പിരുന്ന് വയ്യായകൾ വരണ്ടെന്ന് വെച്ചിട്ട് വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കണ്ണൻകുട്ടിയുടെ അടുത്തേക്ക് പോകാം. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാ അല്ലേ വരാമെന്ന്, കുറച്ച് കഴിയുമ്പോഴത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന്. പക്ഷെ കുറേ അധികം പണികളുണ്ടായിരുന്നു. കുറേ ക്ലീനിങ്ങും പിന്നെ നെറ്റിപ്പട്ടത്തിൻ്റെ അങ്ങനെ കുറച്ച് പരിപാടികളും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2:30 കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ സമയം തിപ്പിയാവും, 3 മണി തിപ്പിയാവും, 4 മണി കല്യാണി വന്നു. പിന്നെ ഇതെങ്ങനെ ഓരോ ദിവസം പോകുന്നത് എനിക്കറിയുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കൊക്കെ മുൻപ് ഇങ്ങനെ സമയം പോകുന്നില്ലാത്ത പോലെയുള്ളൊരു വെപ്രാണം, ഒരു വിഷമമൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ചെയ്യാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ണൻകുട്ടിയുടെ കാര്യങ്ങളുണ്ട്. ഞങ്ങളെ അമ്മ ഒരു ചതി ചെയ്തില്ലേ കുട്ടിയുടെ അടുത്ത്. എന്നിട്ടെന്നറിയോ, കാലത്ത് തന്നെ ഒരു ചതി ചെയ്ത് വെച്ചു. മുട്ടത്തലയാക്കി. നിങ്ങൾ കാലത്ത് കണ്ട കുട്ടിയാണോ ഇതൊന്ന് നോക്കി നോക്കിയേ. അല്ലല്ലോ, ഈ കുട്ടിയുടെ തലയിൽ അമ്മ താജ്മഹൽ പണിതു. സൈമാമിൻ്റെ ഓട്ടർഷ അതന്നിട്ടേ കാതോർക്കണ്. കല്യാണി ആ ചേട്ടൻ അതിൽ കൂടെ പോകുമ്പോൾ സൈമാമ എന്ന് പറഞ്ഞ് ഓടി പോയി. അപ്പം അത് കാതോർക്കും അവിടെ. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ വെച്ചോടാണ്, കാക്കോട്ടൊക്കെ ഉണ്ട്, ഞങ്ങൾ ഓടും. എന്നാലും എൻ്റെ മോൻ്റെ തലയിൽ അമ്മയ്ക്ക് പണി ചെയ്ത് വെച്ചതേ. മുടിയോ, കുട്ടിയുടെ മുടിയോ എവിടെ പോയി കുട്ടി? ആരാ ചെയ്തേ മോനെ? മോനോട് ആരാ ചതി ചെയ്തേ? ആരാത് ചെയ്തത് മോൻ്റെ തലയിൽ? ഞാനത് പെണ്ണിനെ കൊണ്ട് തോറ്റില്ല, ഞാൻ അമ്മപ്പെണ്ണിനെ കൊണ്ട് തോറ്റില്ല. ഇനി ഞങ്ങളൊരു 5 മിനിറ്റ് പോയി ഞങ്ങളൊന്ന് കിടക്കും. അപ്പം ആ നേരത്തെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കിടന്നും കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യും. എൻ്റെ അടുത്ത സിനിമ തുടങ്ങി മിസ്റ്റർ ബട്ട്ലർ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് പോയി ഞങ്ങൾ റൂമിൽ പോയി ഒന്ന് കിടക്കട്ടെ. അവൻ്റെ കണ്ണ് TV ഇരിക്കട്ടെ, അവൻ്റെ കണ്ണ് മതി. ഇത്ര നേരം TV കാണലും പാപ്പ നിങ്ങളിലേക്കല്ലായിരുന്നേ. നീ കുറച്ചു നേരം പോയി കിടക്കാം. നമുക്ക് കിടക്കലെന്ന് പറഞ്ഞാലും കിടന്നും കൊണ്ടും പണിയെടുക്കൽ തന്നെയാണ് കേട്ടോ.
പിന്നെ എനിക്ക് ആ നെറ്റിപ്പട്ടത്തിൻ്റെ വേഗം തീർക്കണം എന്നുണ്ട്. 4 ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, വലിയ ഓർഡറുകളൊക്കെയാണ്. അപ്പം അത് 4 തീർക്കണം. പിന്നെ എന്താ പറയുക, ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ടല്ലേ, എന്താ നമ്മൾ വലിയ ലെവലിലേക്ക് വന്നു, വലിയ ആളുകളായി, അഹങ്കാരമായി, അങ്ങനെയൊക്കെയുള്ളൊരു ധാരണകളൊക്കെ ഉണ്ട്. ഞാൻ വെറുതെ ഇരുന്ന് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എപ്പോഴും പറയാണ്, ഞാൻ സുഖിച്ചിരുന്നിട്ട് ഇപ്പോൾ കണ്ണന് വയ്യാത്ത കുട്ടിയാണ്, കണ്ണനെ നോക്കണം, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിരുന്നിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ട് മാത്രം ഞാൻ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത്രയും അധികം രാവും പകലും ഇല്ലാണ്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് മാത്രം, അതും കണ്ണമ്മോനെ പോലെ ഒരു കുഞ്ഞിനെയും വെച്ച് ശരിക്കും ഇങ്ങനെ ഒരു ഉണ്ണികളൊക്കെയുള്ള മിക്ക അമ്മമാരും പറയുന്നത് കേൾക്കുന്നത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഉണ്ണീനെ നോക്കണ്ടേ അല്ലെങ്കിൽ കൊച്ചിനെ നോക്കണ്ടേ എന്നും പറഞ്ഞിട്ട് ആരും എക്സ്ട്രാ ഒരു കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചെയ്യുന്നവരുണ്ടില്ല എന്നല്ല, എല്ലാവരും പറയുന്ന ഒരു പരാതിയാണത്. പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ മോനെയും വെച്ചിട്ട് രാവും പകലും ഇല്ലാണ്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ്. വീട്ടിലത്തെ കാര്യങ്ങളും അതും ഇതും എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഞാൻ ചെയ്ത് നോക്കും. സക്സസ് ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ആരൊക്കെ എന്തൊക്കെ തന്നെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ രോമത്തിൽ പോലും ചിലപ്പോൾ അത് ഏൽക്കില്ല. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ആലോചിക്കും എന്തൊക്കെയാണ് മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന്. അത് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും ഇങ്ങനെ തേട്ടി വരുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ അല്ലേ കണ്ണാ. നമുക്ക് എടുക്കാം കുറച്ച് നേരം പറ്റി, ഞാനിപ്പോൾ എടുക്കട്ടെ കേട്ടോ കുറച്ച് നേരം. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, കിടന്നിട്ടാണെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ കേട്ടാ. കാണിച്ചരാന്ന് ബാലവീറ 24 മണിക്കൂറൂടെ ബാലവീറും കൊച്ചു ടിവിയും ഡോറയും എന്നിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ ഫോണിലും കൂടെ ബാലവീർ കാണിച്ചരാന്ന് കണ്ണ. കണ്ണന് തോറ്റു. കണ്ണനാണെങ്കിൽ മോഹൻലാലിന്റെ ലാലേട്ടന്റെ പടങ്ങളൊക്കെ കാണാൻ ഇഷ്ടമല്ലേ കണ്ണാ? ലാലേട്ടന്റെ ഏത് പടം കാണാൻ ഇഷ്ടം? ലാലേട്ടന്റെ ഏത് പടം കാണാൻ ഇഷ്ടം? ടി വിയിലേക്ക് നോക്കണ അതിലൊന്നുമില്ല. ഏത് പടാ? എങ്ങനെയാ അറിയപ്പോ അത് പറയാൻ എന്നിട്ട് മനസ്സിലാക്കാൻ പറ്റുക അവർക്ക്? ഈ സാധനം ഉണ്ടെന്താ ഇല്ല? ഇതൊന്നും ഇല്ല ഇതില്. പുലിമുരുകല്ല നീണ്ട അവിടെ പുലിയേറ്റാ എലിയേറ്റാ? എലിയേറ്റാന്ന് ഞങ്ങളുടെ ഇപ്പൊ ഞങ്ങൾക്ക് ലാലേട്ടന്റെ പുലിമുരുകനെ ഇഷ്ടം അല്ലേ? പുലിമുരുകന് ഇഷ്ടം. അന്ന് വന്നപ്പോ കണ്ടില്ലേ, കണ്ണേടം കണ്ടില്ലേ ടി വിയിലേക്ക് നോക്കി കിടന്നിട്ട്? എവിടെ പുലിമുരുകനുള്ളേ? എവിടെയുള്ള പുലിമുരുകൻ? എവിടെയുള്ളത് പുലിമുരുകൻ? എവിടെയുള്ളത്? എവിടെയാ? പിന്നിൽ വിളിച്ചിരിക്കുന്ന നോക്ക്. എവിടെയാന്ന് കാണിച്ചതാ ശരിക്ക്? എവിടെയാ? അതെ അവിടെ ടി വിയിലുണ്ട്. ടി വി ഓഫ് ചെയ്ത് വെച്ചേക്കാ. പിന്നെ എന്നിട്ട് ചെക്കൻ പറയണേ കല്യാണിയെ ഇടുക. കല്യാണിയുടെ വിശേഷങ്ങൾ പറഞ്ഞേ. എന്നിട്ടായിരുന്നു പരീക്ഷ? അതിൽ ക്യാമറയിലേക്ക് നോക്കിട്ട് പറയും. കല്യാണി തന്നെ ഇരുന്നിട്ട് ഭയങ്കര വീഡിയോ എടുക്കലാട്ടാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. എല്ലാവരും കണ്ടാവോ ചോദിച്ചു നോക്കിയേ. ഏത് വീഡിയോ എന്നറിയോ? കണ്ടു. കമന്റ് ചെയ്തില്ലാരും. ചിലരൊക്കെ കമന്റ് ചെയ്തോ കല്യാണിക്കുട്ടി നല്ല കുട്ടിയാണ്, കല്യാണിക്കുട്ടി സുന്ദരി കുട്ടിയാണെന്നൊക്കെ ചിലരൊക്കെ കമന്റ് ചെയ്യാത്തോട്ട് കമന്റ് ചെയ്യാൻ പറയും. എന്തിട്ട് കമന്റ് ചെയ്യണ്ട? അതും കൂടെ പറഞ്ഞു കൊടുക്കവർക്ക്. അവരെന്നിട്ട് കമന്റ് ചെയ്യണ്ടേ? അതിലെന്തിട്ട് കമന്റ് ഇടണ്ട? ഒരു കല്യാണിക്കുട്ടി നല്ല കുട്ടിയാണെന്നാ? അങ്ങനെ മാത്രം ഇടാൻ പാടുള്ളൂ എന്ന് പറയും. അയ്യോ ഭീഷണി, ഭീഷണി. ദൈവമേ, യൂട്യൂബ് ചാനലിൽ കയറി ഭീഷണിപ്പെടുത്തുന്നു. കരാട്ട പഠിക്കാൻ പോണത് കണ്ടാ ഗൈസ്? കരാട്ട പഠിക്കാൻ പോണത് കണ്ടാ? കരാട്ട തല കൊണ്ട പഠിക്കണേ കണ്ടോ? തല കൊണ്ട കരാട്ട പഠിക്കണേ. ഇതുകൊണ്ടാണോ കരാട്ട പഠിക്കണേ? ചുമ അല്ലാണ്ട് സ്കൂള് തുറന്നു. ഈ കല്യാണിക്കുട്ടി സ്കൂളിൽ നിന്ന് ഓരോന്ന് എടുത്തോണ്ട് വരും ഇങ്ങോട്ട്. ആദ്യം ഒരു ജലദോഷം കൊണ്ടുവരും, പിന്നെ ഒരു തുമ്മൽ എടുത്തോണ്ട് വരും, അത് കഴിയുമ്പോ ഒരു പനി എടുത്തോണ്ട് വരും,
ഇപ്പൊ ഇതൊരു ചവ എടുത്തിട്ടുണ്ടെന്നുണ്ട്. പാവ എന്റെ മോനും കൂടെ കൊണ്ട് കൊടുക്കണേ. തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് അവിടെ തന്നെ എടുത്തു വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കൊണ്ടുവരിക കൊടുക്കുക. ഇവിടെ ആണെങ്കിൽ ഞങ്ങളിങ്ങനെ പാസ്സായിട്ട് നിക്കണം. തായോ എന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് കരാട്ട പഠിക്കുന്നത്. എന്നിട്ട് ഇതുകൊണ്ട് ഇടിക്കുവോ? എന്റെ പൊന്നെ എന്തൊരു വലിയ കാർക്കുന്തല്ല. കണ്ണനാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, കണ്ണന് വേറെ തമാശയൊന്നും വേണ്ട. ഇതിങ്ങനെ ഒരു സ്വിച്ച് കെട്ടി വെച്ച് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ അത് മാത്രം മതി ചിരിക്കാനായിട്ട്. കണ്ണാ ഒന്ന് പോം അടിച്ചേ. ഞങ്ങളുടെ കോലം കണ്ടാ കല്ലോ? ഞങ്ങളുടെ കോലം കണ്ടാ? എന്റെ അമ്മ കണ്ണന്റെ അമ്മ കണ്ണന്റെ തലയില് താജ്മഹൽ പണിതു. ചുമ കണ്ണാ കണ്ണന്റെ അധികം വർത്താനം പറയണ്ട കേട്ടാ. കണ്ണന്റെ അമ്മ ആ തലയിലുണ്ടായ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞില്ലേ? എന്തിട്ട് ചെയ്യണ്ടേ? ചീത്ത പറയണേ? കല്ലൊരു മിനിറ്റ് ചീത്ത പറയണ. കണ്ണനോട് ചോക്കി ആരെ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞ ചോക്കി ആരെ മുടിയൊക്കെ പറഞ്ഞു കൊടുക്കണ പിന്നിലുണ്ടെന്ന്. അവനറിയില്ല ആരെ വെട്ടിക്കളഞ്ഞെന്ന്. അവനറിയില്ല അവനറിയൊന്നുമില്ല ആരെ വെട്ടിക്കളഞ്ഞെന്ന്. അവനറിയില്ല. എന്നാലും ഇപ്പൊ സുഖമില്ലേ കുറച്ച്? എനിക്ക് എന്റെ മോനെ ഇങ്ങനെ വെട്ടാറൊന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ കനം കുറച്ച് വരുമ്പോ എങ്ങനെയായാലും ഏകദേശം ഈ രൂപത്തിലൊക്കെ ആവും. പിന്നെ അതുമല്ല വയ്യായികള് വരുന്നേ. സൗണ്ട് കുറക്കേ. പിന്നെ അതുമല്ല വയ്യായികള് വരിക. കണ്ണനാണെങ്കിലേ തണുവ് എത്ര തണുവാണെങ്കിലും ആൾക്ക് വലിയ വിഷയമൊന്നുമില്ല. എല്ലാരും ഇങ്ങനെ പറയും നമ്മ യാത്ര കൊണ്ടുപോകുമ്പോഴും തണുവ് തട്ടിക്കാണ്ട് കാറ്റടിപ്പിക്കാണ്ട് അങ്ങനെയൊക്കെ പറയും. പക്ഷെ ആൾക്ക് അതൊന്നും വിഷയമില്ല. പക്ഷെ ചൂട് ആൾക്ക് ഒട്ടും പറ്റില്ല കേട്ടോ. നല്ല ചൂടൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ഊട്ടിയിൽ പോലും പോയിട്ടേ എല്ലാരും ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെറ്റർ ഇടിക്കി പൊതിഞ്ഞു പിടിക്കി അങ്ങനെ ചെയ്യും കൈയുള്ളത് ഇടിക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാലോ സെറ്ററൊക്കെ ഇടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ ഊട്ടിയിലാണെങ്കിലും വല്ല വെള്ളത്തിൽ പൊതിഞ്ഞുകൊണ്ട് നടക്കേണ്ടി വരും വയർത്തിട്ട്. ആള് ഭയങ്കര ബലം പിടുത്തുള്ളത് തന്നെ ഭയങ്കര വയർക്കും. അപ്പോൾ ഇപ്പോഴും അതെങ്ങനെ കിടക്കുമ്പോ ഒക്കെ ഭയങ്കര വയർപ്പൊക്കെ വരും. അപ്പൊ ഈ ഭാഗത്ത് കിടക്കുമ്പോ ഇവിടേക്കാണല്ലോ വയർക്ക തലഭാഗമൊക്കെ. അപ്പൊ ഞാൻ ഈ വയ്യാണ്ട് വന്നപ്പോ വെറുതെ ഒന്ന് മുടി ഒന്ന് കുറച്ചതാ. ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോഴേക്കും മുടി വലുതാവും. കടന്റെ മുടി നഖമൊക്കെ അങ്ങനെ. അപ്പൊ നഖവും കുറച്ചൊക്കെ ആയിട്ടുണ്ട്. 2 ദിവസം മുന്നേ വെട്ടിയതാട്ടെ നഖം. മുടി നഖമൊക്കെ വേഗം വലുതാവും കണ്ണന്റെ. ഞങ്ങൾ രോമക്കുട്ടനാണ് ഞങ്ങൾ. അപ്പൊ തിരിച്ച് ചുമയുണ്ട്. ചിലപ്പോ നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. രാത്രിയിലത്തെയും രാവിലത്തെ അവസ്ഥ നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ നമുക്കൊന്ന് നമ്മുടെ വിനോദങ്കിളിനെ പോയി കണ്ടിട്ട് വരാം. ജൂബിലിയില് വിനോദങ്കിൾ കണ്ണനെ ഞാൻ ഫിസിഷ്യൻ കാണിക്കുന്നത് ജൂബിലിയില് വിനോദ് ജേക്കബ് സാറിനെയാണ് കേട്ടോ. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതുകൊണ്ട് ഇവിടെയൊക്കെ കാണിക്കല് കുറവാ. അവിടെ കൊണ്ടുപോയി കാണിച്ച് പിന്നെ വേഗം കുറയും. അപ്പൊ അവിടെയാണ് ഫിസിഷ്യനെ കാണിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അതെ ഇപ്പൊ സ്കൂളിൽ തോന്നിട്ട് 1 പ്രാവശ്യം കൊണ്ടുപോയി. അപ്പൊ അതും ചെറിയ ചുമയും ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പനി 1 പ്രാവശ്യം വന്നെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടത് വന്നിട്ടുണ്ടായിരുന്നില്ല. പാരസെറ്റമോളൊക്കെ കൊടുത്തപ്പോഴും കുറഞ്ഞു. പിന്നെ ഒരു കപക്കെട്ട് ചെറിയ ചുമയൊക്കെ തോന്നിയപ്പോഴേക്കും ഞങ്ങൾ കൊണ്ടുപോയി 2 ദിവസം മരുന്ന് കഴിച്ചപ്പോഴേക്കും പിന്നെ മാറി. അപ്പോൾ ഒരു ഇത്തിരി എന്തെങ്കിലും തോന്നുമ്പോഴേക്കും കൊണ്ടുപോവാണ്. കാരണം കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ അഡ്മിഷനും വലിയ പുലിവാലുകളിലേക്കൊക്കെ കിടക്കും. അപ്പോൾ ചെറിയൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് നാളെ തന്നെ വെറുതെ വണ്ടി വിടാം. കാരണം ഇപ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പോരാത്തതിന് വയ്യായികൾ വരുമോ അങ്ങനെ പേടിയുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഓരോ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം എന്ത് നെഗറ്റീവ്സ് ആര് പറഞ്ഞാലും എനിക്ക് വിഷയമൊന്നുമില്ല. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് പോകണം. പക്ഷെ ഞാൻ ആകെ പഠിക്കുന്ന ഒരു കാര്യമുള്ളൂ, നമുക്കുള്ള നെഗറ്റീവ്സ് ഒന്നും ഉണ്ണിക്ക് വരാൻ പാടില്ല. ഒരു രീതിയിലും കാണാൻ ഒരു രീതിയിലും ബാധിക്കരുത്. അപ്പൊ എന്തെങ്കിലും ചെറിയ വയ്യായ്കൾ വരുമ്പോൾ പോലും ഞാൻ അപ്പോഴേക്കും കൊണ്ടുപോകും. പിന്നെ എന്താ പറയാ, അപ്പൊ നാളെ പറ്റിക്കാൻ കൊണ്ടുപോകണം. 8 മണി കഴിഞ്ഞു കേട്ടോ ഞങ്ങളുടെ
ഉറങ്ങേണ്ട സമയമായി. ഉറങ്ങാ പോയിട്ട്. പിന്നെ രാവിലെയൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ആവിയൊക്കെ പിടിച്ചു, തലയൊക്കെ പൊക്കി വെച്ച് കിടത്തി, അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ആൾക്ക് ഇത്തിരി കാലത്തേക്കാളും ഒക്കെയാണ് കണ്ണൻ. ആ മൂക്കടപ്പൊക്കെ. ഇനിയിപ്പോൾ രാത്രി എന്തിട്ടാണ് ആ അവസ്ഥ, രാത്രിയിലത്തെയും രാവിലത്തെയും അവസ്ഥ നോക്കിയിട്ട് ഞങ്ങൾ നാളെ താത്ത പോലോ മരുന്ന് വാങ്ങാൻ പോലോ. ആണോ? മരുന്ന് വാങ്ങാൻ പോവോ? എനിക്ക് പരീക്ഷയാ. സ്കൂളിൽ വന്നിട്ട് പോട്ടാ ആശുപത്രിക്ക് കേട്ടാ. ഡോക്ടറൊക്കെ അവിടെ ഇരിക്കണേ, കല്യാണം സ്കൂൾ വിട്ട് വരും നോക്കി. അല്ല അപ്പൊ ഞങ്ങൾ നിർത്താട്ടാ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിർത്താം. ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് ഒഴിവുണ്ടാവോ? അല്ല, കയ്യൊന്നും ഒഴിവുണ്ടാവോ ചേട്ടത്തിക്ക്? ടാറ്റാ see you കണ്ണൻ പറ ടാറ്റാ. ഉറങ്ങാമോ ടാറ്റാ ടാറ്റാ.